ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വലിയ പൂത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അത് കാരണം വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോമൻസിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷെ നല്ല കോരി ചൊരിയുന്ന മഴയാണ്. കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ വേഗം പിടുത്തം വിട്ടു. പിന്നെ ഈ പോത്തിന് പറ്റിയ വണ്ടി അല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു മിസ്സിങ് ഉണ്ടായി. വണ്ടി സൈഡൊക്കെ ഒന്ന് ഇരുന്നു. പക്ഷേ ആ ചേട്ടൻ കയറ്റി കൊണ്ടുപോകാറുള്ള അതിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ സിമ്പിളായിട്ട് അത് കുഴപ്പമില്ല, വിഷയമില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ വലിയ പൂത്തിനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഈ പ്രാവശ്യം പൂത്തിന് വില കിട്ടിയിട്ട് നല്ല ഡിമാൻഡ് ഉണ്ട്. വരവ് കന്നുകൾ കുറഞ്ഞപ്പോൾ പൂത്തിന് നല്ല ഡിമാൻഡാണ് ഈ പ്രാവശ്യം. അപ്പോൾ ഒത്തിരി ആളുകൾ പൂത്തും കുട്ടികൾക്ക് ഭയങ്കര വ്യഗ്രത പിടിക്കുന്നു, ഭയങ്കര ധൃതി, ഭയങ്കര എന്തോ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന മാതിരിയാണ് പോത്ത് വളർത്തൽ എന്നുള്ളൊരു ചിന്ത കുറേ ആളുകൾക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഒരു 8-10 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഓരോ കൊല്ലം ഒരു 2, 3, 4, 5 ലക്ഷം രൂപയ്ക്കൊക്കെ പോത്തിനെ വിൽക്കുന്ന ഒരാളെന്ന നിലയിലും, എനിക്ക് ചെറുതും വലുതായിട്ടൊക്കെ പോത്തിനെ വളർത്തി വിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ പോത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമ്മുടെ കുതിരാനിൽ നിന്ന് എടുത്ത കുട്ടികളുടെ വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാർച്ച് മാസത്തെ കുട്ടികൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം വീഡിയോ, 11 മിനിറ്റ് വീഡിയോ ഉണ്ട്. പക്ഷേ പോത്തിനെ വളർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നഷ്ടമാവില്ല. നമുക്ക് ഏകദേശം ഒരു 770 കിലോളം ലൈവ് തൂക്കം പിടിച്ചൊരു പോത്താണ്. അതായത് ഏകദേശം ഒരു 320 കിലോ 330 കിലോൻ്റെ ചോടെ, അതായത് പള്ളിവിട്ട് കിട്ടുമ്പോൾ ഏകദേശം ഒരു 320 മേലെ ഇറച്ചി തൂക്കം പിടിച്ചൊരു പോത്താണ്. നമ്മൾ ഏകദേശം 2.5 അല്ലാട്ടോ 2.25 ലക്ഷം രൂപയുടെ മേലെയാണ്. 2.43 റേഞ്ചിലാണ് ഈ ഒരു പോത്തിന് കൊടുത്തത്. നമ്മൾ അറിയുന്ന ഒരു പാർട്ടി തന്നെയാണ് ഈ പോത്തിന് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ പോത്ത് അതുമാതിരി തന്നെ നമ്മൾ മറ്റേ പോത്തുകൾ കൊടുത്ത പോത്തുകളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം കിട്ടിയ പൈസകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തിനെ ഇപ്പോൾ നിലവിൽ ഭയങ്കര ടൈറ്റാണ്. അത് മാത്രമല്ല നല്ല വിലയാണ്. അപ്പോൾ നല്ല വില കൊടുത്ത് പോത്തും കുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ നമ്മുടെ പോത്തുകളൊക്കെ ഒരു കൊല്ലം വളർത്തി, ഒരു കൊല്ലം 8 മാസം 9 മാസമൊക്കെ വളർത്തി. നമ്മുടെ പഞ്ചായത്തിലെ പോത്ത് ഏകദേശം ഒരു 14-15 മാസം വളർത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്ത എല്ലാ പോത്തുകളുടെയും വീഡിയോസ് ഉണ്ട് ഇതിൽ. നമുക്ക് കിട്ടിയ പൈസ ഇതിൽ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ആദ്യമേ പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ പോത്ത് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പോൾ പറയും 2 ലക്ഷം 2.25 ലക്ഷം 1.25 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഒരു പോത്തിനെ വളർത്തി തരുന്ന ലക്ഷം കിട്ടുമോ? തീർച്ചയായിട്ടും വലിയ മണ്ടത്തരം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തും, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വളർത്തി കഴിഞ്ഞാൽ അത് എടുക്കാം എന്ന് ഉറപ്പുള്ള ഒരാളപ്പുറത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പോത്തിനെ വളർത്തിയത്. നമുക്ക് എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ തുറന്ന് പറയുകയാണെങ്കിൽ, വലിയ പോത്ത്, അതായത് ഒരു 250 കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം പിടിക്കുന്ന പോത്ത്, അല്ലെങ്കിൽ ഒരു 200-220 കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം പിടിക്കുന്ന പോത്ത് തീർച്ചയായും വളരെ നഷ്ടമാണ്. 100 ആൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ 80% ആളുകൾക്ക് വില കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മൾ ഫസ്റ്റ് കയറ്റിയ പോത്ത് ഏകദേശം 1 ലക്ഷത്തിന് മേലെ വില വന്നിട്ടുള്ള പോത്താണ്. നമുക്ക് എടുക്കുമ്പോൾ 40 ചില്ലറ രൂപ വില വന്നിട്ടുണ്ട് പോത്തിന്. ഏകദേശം 200 കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം പിടിക്കുന്ന ഒരു പോത്താണ്. ആ പോത്തിനാണ് ഫസ്റ്റ് കയറ്റിയ കേട്ടോ. അതായത് ഇപ്പോൾ രണ്ടാമത് കയറ്റുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പോത്താണിത്. ഏകദേശം സിമ്പിളായിട്ട് നമുക്കൊരു 65 രൂപയുടെ മേലെ പിടിച്ചിട്ടുള്ളൊരു പോത്താണ്. ഏകദേശം 150 കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം, അതായത് പള്ളി വിട്ട് അടക്കം വിട്ടുമ്പോൾ 150 കിലോയ്ക്ക് റേഞ്ചിൽ സിമ്പിളായിട്ട് ഇറച്ചി തൂക്കം പിടിക്കുന്ന ഒരു പോത്താണ്. അപ്പോൾ ആ പോത്തിന് കയറ്റുന്നു. ഈ പോത്തുകളുടെ വിശേഷം കഴിഞ്ഞിട്ട് മതി ബാക്കി നിങ്ങൾക്കുള്ളൊരു നമ്മുടെ ഈ കൊല്ലത്തെ പോത്ത് വളർത്തലും അടുത്ത കൊല്ലത്തെ പോത്ത് വളർത്തലും എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ 2 ആളെ നമ്മൾ കയറ്റി. ഈ ഒരു 3 പോത്തിനെ കൊടുത്ത് നമ്മൾ 2,32,000 രൂപയ്ക്കാണ് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഫസ്റ്റ് കയറ്റിയ പോത്ത് നമുക്ക് ഏകദേശം ഒരു 500 കിലോയ്ക്ക് മേലെ സിമ്പിളായി ലൈവ് വെയിറ്റ് പിടിക്കും. മറ്റേതൊരു 400 കിലോൻ്റെ ചോട പിടിക്കും. ഇവനും ഒരു 400 കിലോന് മേലെ പിടിക്കും. അതായത് ഒരു 170-180 കിലോ ഇറച്ചി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 170 കിലോ ഗ്യാരണ്ടി പറയാം നമുക്ക്.
പള്ളിവിട്ട് കിട്ടുമ്പോൾ കഷ്ടി ഒരു 150 ഇറച്ചിയും പ്ലസ് ഒരു പള്ളി കണക്ക് ഒരു എല്ലും പാടെ നോക്കുമ്പോൾ ഒരു 170 കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഏകദേശം അവർ പറഞ്ഞ ഈ പോത്തുകളൊക്കെ അറുത്തതിന് ശേഷം ഇതെത്ര തൂക്കം കിട്ടിയെന്നുള്ള നല്ല ഉറപ്പുള്ള ബോധ്യം കൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ, വെറുതെ പറയുന്നതല്ല. ഈ അറുത്ത ആളുകൾ തന്നെ നമ്മുടെ അടുത്ത് ഇത് ഇത്ര തൂക്കം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ തൂക്കം വരെ പറയുന്നത്, അല്ലാണ്ട് നിഗമനങ്ങളല്ല. അപ്പോൾ നമ്മൾ 2,32,000 ഈ പോത്തുകൾ നമുക്ക് അത്ര ഒരു നഷ്ടമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ വലിയൊരു തീറ്റ ചെലവ് പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വലിയ പോത്തെന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000 താഴെ പോത്തിൻ്റെ വില വരും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഫ്രെയിം എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 70 രൂപ 80 രൂപ 65 രൂപയൊക്കെ ഒരു പോത്തിന് വില പിടിക്കും. അതുമാത്രമല്ല നമുക്ക് തീറ്റ ചെലവ്, നല്ലൊരു തീറ്റ ചെലവ് വലിയ പോത്തിന് വരും. പോത്ത് വലുതായോ ചെറുതായോ, പോത്ത് നന്നായോ തടി വെച്ചോ, എത്ര കിലോ തൂക്കം വന്നു, എത്ര കിലോ ലൈവ് തൂക്കം വന്നു, 1000 കിലോ പിടിച്ചോ, ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ വലിയ പോത്തിനെ സംബന്ധിച്ചിടത്തോളം പോത്ത് നല്ല മാതിരി കൈത്തീറ്റ ചിലവ് പിടിക്കും. അത് മാത്രമല്ല ഇനി പറയാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പോത്തുകൾ ഒരിക്കലും നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നിന്ന് തിന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളൊരു പോത്തിനെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു തെങ്ങും പറമ്പിലോ പാടത്തോ കൊണ്ട് കെട്ടിയിട്ട് തിന്നുന്ന മാതിരി ചെറിയ പോത്തുകൾ തിന്നുന്ന മാതിരി വലിയ പോത്തുകൾ ഒരിക്കലും തിന്നില്ല. അപ്പോൾ നമ്മൾ പുല്ലറുത്തിട്ട് കൊടുക്കണം. പണി തന്നെ എനിക്ക് ഒരു എങ്ങനെ പോയാലും ഒരു ചിലവ് കഴിച്ച് ഒരു 90,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ബാലൻസ് വന്നു എന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ആ വലിയ പോത്ത് വളർത്തുന്ന ഒരു തരത്തിലും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സംഭവം നമുക്ക് വില കിട്ടി, ഞാൻ അത് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പോത്തിനെ വളർത്തി വലുതാക്കി അതുമാതിരി തന്നെ നമ്മൾ വിറ്റതിന് ശേഷവും നമ്മൾ ഫേസ്ബുക്കിൽ അതിൻ്റെ 1-2 ഫീഡ്ബാക്കുകൾ ഇട്ടു. പക്ഷേ നമുക്ക് ഒരു തരത്തിലും പോസിറ്റീവായിരുന്നില്ല. 80,000 രൂപയ്ക്ക് വരെ ആ പോത്തിന് ചോദിച്ച ആളുകളുണ്ട്. ഏകദേശം 300 കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം പിടിക്കുന്ന പോത്തിനെ 80,000 രൂപയ്ക്ക് വരെ ചോദിച്ച ആളുകളുണ്ട്. അതുമാതിരി തന്നെ വലിയ പോത്തിനെ വില കിട്ടാണ്ട് ഒത്തിരി ആളുകൾ തന്നെ പോത്ത് വളർത്തി നിർത്തുക എന്ന് പറഞ്ഞ സംഭവം വരെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും പോത്ത് വളർത്തൽ നിങ്ങൾ സ്വർണ്ണ ബിസിനസ്സായിട്ട് താരതമ്യം ചെയ്യരുത്. ഒത്തിരി ആളുകൾക്ക് ഇത് ഇനി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, പോത്ത് 1000 കിലോ 500 കിലോയോ 1000 കിലോ ലൈവ് തൂക്കം പിടിച്ചോ ഇറച്ചി കിട്ടിയോ എന്നുള്ളതല്ല. വേനൽക്കാലത്ത് ചെറുതായാലും വലുതായാലും പോത്തിന് തീറ്റ ചിലവ് ഏറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാധാരണഗതിയിൽ പാടത്തെ പുല്ലും വെള്ളമൊക്കെ കണ്ട് ലാസ്റ്റ് ഒരു ജൂൺ ജൂലൈ മാസം പുതുപ്പുല്ല് വരുമ്പോൾ പോത്ത് നന്നായി 65-55 കൊടുത്തിരുന്ന ഒരു കണ്ടീഷൻ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം മെയ് 1 മെയ് പകുതി, അതായത് സീസൺ വരുന്നത് ഏപ്രിൽ പകുതിയിലാണ് സീസൺ വരുന്നത്. അറ്റ വേനലിലാണ് സീസൺ വരുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം നമ്മുടെ കുതിരാനത്തെ കുട്ടികളുടെ ഒരു വീഡിയോ ഉണ്ടോ, ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്ത് ഇതിൻ്റെ സമയം ലെങ്ത്ത് വർദ്ധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് പോത്തിന് ഇപ്പോൾ ചന്തയിൽ പോത്തുകൾ നിലവിലില്ല. ഈ ചൊവ്വാഴ്ച, അതായത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ചൊവ്വാഴ്ച പെരുമ്പലാവ് ചന്ത കാലിയാക്കി കിടക്കായിരുന്നു കേട്ടോ. പോത്തുകുട്ടികൾക്ക് തീ പിടിച്ച വില. ഒത്തിരി ടോപ്പായി ചന്തകളിൽ പെരുമ്പലാവ്, വാണയംകുളം, തൃശ്ശൂർ, കുഴൽമന്നം പോത്തുകുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പോലും അവർക്ക് ലോഡ് കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോത്തുകുട്ടികൾക്ക് തീ പിടിച്ച വിലയാണ്. ഇല്ലാത്ത കാശ് കൊടുത്ത് നിങ്ങൾ പോത്തുകുട്ടികളെ വാങ്ങിക്കല്ല എന്നാണ് ഞാൻ പറയണത്. എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഓണം കഴിയട്ടെ. നമ്മളിപ്പോൾ 20-25 കൂടി വാങ്ങിക്കുന്ന പോത്തുകൾ വാങ്ങിക്കുന്നതിന് പകരം ഒരു 10-15 കൂടിക്കോട്ടെ. നമുക്ക് നവംബർ, ഒക്ടോബർ, ഡിസംബർ ആ സമയം കണ്ട് വളർത്തി പരിചയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്ക് വലിയ പോത്തിന് എടുക്കൽ നടക്കില്ല. പക്ഷേ പോത്തുകുട്ടികളെ ചെറിയ പോത്തുകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പോത്തുകുട്ടികൾ കയറി വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനി കേട് മാറാൻ സമയമെടുക്കും. പിന്നെ ബാലൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് 10-12 ഒക്കെ പോത്തുകുട്ടികളെ വിലയ്ക്ക് എടുത്തിട്ട് നമ്മൾ പുതുമഴയത്തെ പുതുപ്പുല്ലും കാണിച്ച് ചെറിയൊരു കൈത്തീറ്റ ചിലവും കൊടുത്ത് നമുക്ക് 50, 55, 60 കൊടുത്തിരുന്നു. പക്ഷെ ആ ഒരു കണ്ടീഷൻ ഇപ്പം ഇല്ല. 20, 25 കൊടുത്തിട്ട് നമുക്ക് പോത്തുകുട്ടികളെ കിട്ടാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കുതിരാനിൽ നിന്ന് എടുത്ത പോത്തുകുട്ടികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി പോത്തുകുട്ടികളെ എടുക്കൽ വളരെ കുറവായിരിക്കാനാണ് സാധ്യത. പക്ഷെ നമുക്ക് നമ്മുടെ വെളുപ്പിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ നല്ല മാതിരി മുന്തിയായി വെളുപ്പിൽ. ഇനിയിപ്പോൾ ഇവർക്ക് ഈ പുല്ലൊക്കെ വെട്ടിയിട്ട് കൊടുത്ത് ഒതുക്കണം. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു 2-3 എണ്ണം നമുക്ക് ചെറുത് കൂടിയേ തീരൂ. പക്ഷേ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആരും പോത്തുകുട്ടികളെ ഇപ്പം നല്ല വിലയാണ്, തീ വില കൊടുത്ത് പോത്തുകുട്ടികളെ വാങ്ങിക്കാതിരിക്കുക.
2 ലക്ഷം കിട്ടി 3 ലക്ഷം കിട്ടി. എന്നോട് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ചേട്ടാ പോത്തുംകുട്ടിക്ക് ഇത്ര 2 ലക്ഷം കിട്ടിയതല്ല, ഞാൻ 2 വലിയ പോത്തിനെ വളർത്തിയാലോ എന്നല്ല. അവർ ആലോചിക്കുന്നത് 4 ലക്ഷം കിട്ടുന്നതാണ്. പക്ഷേ ഒരിക്കലും ചെയ്യല്ല, വലിയ ചതിയാണ്. പോത്ത് വളർത്തൽ ഇനി നോക്കിയും കണ്ടും ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. നിങ്ങൾ തീർച്ചയായിട്ടും കരുതിയിരിക്കുക. വളർത്തുന്നവർ തന്നെ ഒന്ന് ബാക്കിലേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ തീ പിടിച്ച വിലയാണ്, ഇല്ലാത്ത കാശ് കൊടുത്തു ആരും പോത്തുകുട്ടികളെ തീ വിലയ്ക്ക് വാങ്ങിക്കാതിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യുക. പോത്തുകുട്ടികൾ നല്ല ഷോർട്ട് ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ പോത്ത് വളർത്തുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വളർത്തുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുള്ള പോത്തുകളെ അത്ര കണ്ട് ഓരോ മാസത്തിൽ അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് എങ്ങനെ വളർത്തണം, എന്തൊക്കെ തീറ്റ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങുന്നുണ്ട്. 200 രൂപയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് നമ്മൾ ഈടാക്കുന്നത്. ഒരാളിൽ നിന്ന് 200 രൂപയാണ് ഒരു മെമ്പർഷിപ്പ്. തീർച്ചയായും നിങ്ങൾക്ക് ഒരു പോത്തിനെ എങ്ങനെ എന്തൊക്കെ ചെയ്യണം, ഈ പോത്തിന് എടുക്കാൻ പറ്റുമോ, ഈ പോത്ത് വളരും, ഈ പോത്തിന് എത്ര തീറ്റ ചിലവ് കൊടുക്കണം, ഈ പോത്ത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഞാൻ എന്നൊരു കാര്യം പറഞ്ഞുതരാം. ദൈവം സഹായിച്ച് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ പോത്തുകൾക്കൊന്നും കുഴപ്പമില്ലെങ്കിൽ, നമ്മുടെ കുതിരാനിന്ന് എടുത്ത ഈ ഒരു ചെറിയ പോത്തും കുട്ടി നമുക്ക് എങ്ങനെ പോയാലും ഒരു 70,000 രൂപയ്ക്ക് മേലെ ആവും കേട്ടോ. നിങ്ങളിപ്പോൾ അടുത്ത് ഇട്ട വീഡിയോ കണ്ടാൽ മതി, ഇപ്പോഴത്തെ ഈ കോലം നോക്കണ്ട. പക്ഷേ ഇനി ഇതൊന്നും അല്ല, ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം, നമുക്ക് പുറത്തേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്, വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആരും ഓടിച്ചാടി പോത്തുംകുട്ടികളെ വാങ്ങിച്ച് കാശ് കളയണ്ട. ഇത് സ്വർണ്ണമഴ അല്ല, പണിയെടുത്ത്